സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഫാദർ തോമസ് എം കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാരെന്ന് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി. പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലും നിലനിൽക്കുമെന്ന് പ്രത്യേക കോടതി ജഡ്ജി K. സനിൽകുമാർ വിധിച്ചു. പ്രതികൾക്കുള്ള ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. രണ്ടുപേരെയും ജയിലിലേക്ക് മാറ്റി. 28 വർഷങ്ങൾക്ക് ശേഷമാണ് അഭയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത്. പ്രതികൾക്കെതിരെ CBI ചുമത്തിയ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലും കോടതി അംഗീകരിച്ചു. ഫാദർ തോമസ് എം കോട്ടൂരിനെതിരെ കോൺവെന്റിൽ അതിക്രമിച്ചു കയറിയെന്ന കുറ്റവും നിലനിൽക്കും. പ്രതികൾ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് അഭയ കാണാനിടയായത് കൊലപാതകത്തിന് കാരണമായെന്നാണ് CBI കണ്ടെത്തൽ. അഭയയെ തലയ്ക്ക് കോടാലി കൊണ്ടടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കിണറ്റിൽ തള്ളിയെന്ന CBI വാദവും കോടതി അംഗീകരിച്ചു. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രണ്ട് പ്രതികൾക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികൾക്കുള്ള ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. വിധി കേട്ട സിസ്റ്റർ സെഫി പൊട്ടിക്കരഞ്ഞപ്പോൾ തോമസ് എം കോട്ടൂർ നിർവികാരനായി നിന്നു. നിരപരാധിയാണെന്നും ദൈവത്തിൽ വിശ്വാസമുണ്ടെന്നും ഫാദർ കോട്ടൂർ പ്രതികരിച്ചു. ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സിസ്റ്റർ സെഫി തയ്യാറായില്ല. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഫാദർ കോട്ടൂരിനെ പൂജപ്പുര ജയിലിലേക്കും സിസ്റ്റർ സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും മാറ്റി. 28 വർഷവും 9 മാസവും നീണ്ട നിയമപോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന CBI കോടതിയുടെ വിധി. പക്ഷേ പ്രതികൾക്ക് മേൽക്കോടതിയെ സമീപിക്കാം എന്നതിനാൽ ഈ പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തം. VSNU ന്യൂസ് 18 തിരുവനന്തപുരം. 3 പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിന്റെ വിജയമെന്ന ആക്ഷൻ കൗൺസിൽ കൺവീനറായിരുന്ന ജോമോൻ പുത്തമ്പരക്കൽ വിധിയോടെ ജുഡീഷ്യറിയുടെ വിശ്വാസം വർദ്ധിച്ചു. കോടതിയെ വിലക്കെടുക്കാനാകില്ലെന്ന് വിധി തെളിയിച്ചു. അടക്ക രാജുവിന്റെ രൂപത്തിൽ ദൈവം ദൃക്സാക്ഷിയായി വന്നുവെന്നും ജോമോൻ പുത്തമ്പരക്കൽ പറഞ്ഞു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് ഇത്. ഈ കേരളത്തിലെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വിജയമാണ്. ജുഡീഷ്യറിയുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. പണവും സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ കോടതിയെല്ലാം വിലക്കെടുക്കാമെന്ന് ചിലർ ധരിച്ചു. ഈ കേസ് അട്ടിമറിച്ച് ഈ കേസിന് വേണ്ടി നടന്ന എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. 23 കാര്യങ്ങൾ എനിക്കെതിരെ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതെല്ലാം സുപ്രീം കോടതി റദ്ദ് ചെയ്തിരുന്നു. വിധിയിൽ സന്തോഷമുണ്ടെന്ന അഭയയുടെ അധ്യാപിക ത്രേസ്യാമ്മ. അനുയോജ്യമായ ശിക്ഷ കോടതി വിധിക്കുമെന്നാണ് പ്രതീക്ഷ. നടന്നത് ക്രൂരമായ കൊലപാതകമാണെന്നും ത്രേസ്യാമ്മ പറഞ്ഞു. വളരെ സന്തോഷം. ദൈവം നീതി പ്രവർത്തിച്ച് ആ നീതിക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ആത്മാവിൻ്റെ നീതി നേടിക്കൊടുക്കുകയാണ് ദൈവം കോടതിയിലൂടെ പ്രവർത്തിച്ചത്. അത് കോടതി തീരുമാനിക്കും, നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും കുറ്റവാളികളാണെന്ന് ബോധ്യപ്പെട്ടല്ലോ കോടതിക്ക്. അപ്പോൾ കോടതി തന്നെ അതിനു വേണ്ട ശിക്ഷ കൊടുക്കും. അഭയ കേസിലെ സമ്മർദ്ദം മൂലമാണ് ജോലി രാജിവെച്ചതെന്ന് CBI മുൻ SP വർഗീസ് P. തോമസ്. അന്വേഷണം നീതിപൂർവമെന്ന് തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മഹത്യയെന്ന് റിപ്പോർട്ടുകൾ നൽകാൻ CBI SP V. ത്യാഗരാജൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് വർഗീസ് P. തോമസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. സത്യം സത്യമായി തെളിയണം. 10 വർഷത്തെ സർവീസ് ബാക്കിയുള്ളപ്പോഴാണ് CBIയിൽ നിന്നും VRS എടുത്തത്. മേലുദ്യോഗസ്ഥൻ പറയുന്നത് തെറ്റാണെങ്കിലും അനുസരിക്കേണ്ട അവസ്ഥയാണ് പോലീസിലും പട്ടാളത്തിലുമുള്ളതെന്നും തെറ്റംഗീകരിക്കാൻ മനസ്സ് അനുവദിക്കാത്തതിനാലാണ് രാജിവെച്ചതെന്നും നിറകണ്ണുകളോടെ വർഗീസ് P. തോമസ് പറഞ്ഞു. രാജിവെച്ചത് ഈ കേസ് കൊണ്ട് തന്നെയാണ്. സമ്മർദ്ദത്തിന് അടിപ്പെടാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. സത്യം സത്യമായിട്ട് തെളിയണം. അതിപ്പോൾ മേലുദ്യോഗസ്ഥൻ ആരായാലും ഞാൻ എൻ്റെ പ്രിൻസിപ്പളിന് വ്യതിചലിച്ചൊരു സ്റ്റെപ്പ് എടുക്കുകയില്ല. അത് എൻ്റെക്ക് സത്യമെന്ന് തോന്നുന്നത് മേലുദ്യോഗസ്ഥൻ പറഞ്ഞ് നിർബന്ധിച്ചാലും ഞാൻ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. സന്തോഷം കൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ണ് നനഞ്ഞത്. വൈകിയാണെങ്കിലും സത്യം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വർഗീസ് P. തോമസ് വ്യക്തമാക്കി. 1993 മാർച്ച് 29-നാണ് കേസ് CBI ഏറ്റെടുത്തത്. അഭയയുടേത് കൊലപാതകമാണെന്ന് 6 മാസത്തിനുള്ളിൽ തെളിയിച്ചു. വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ റിപ്പോർട്ട് തിരുത്തണമെന്നും ആത്മഹത്യയെന്ന് തിരുത്തി നൽകണമെന്നും SP ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജോലി രാജിവെച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയെന്ന് റിപ്പോർട്ട് നൽകിയ കേസ് കൊലപാതകമെന്ന് കണ്ടെത്തിയത് CBI ആണ്.
കേസ് അന്വേഷണത്തിൽ നിർണായകമായത് അടയ്ക്ക രാജു എന്ന മോഷണക്കേസ് പ്രതിയുടെ മൊഴിയാണ്. അഭയ കൊല്ലപ്പെട്ട പയസ്റ്റൺ കോൺവെന്റിൽ CBI നടത്തിയ ഡമ്മി പരിശോധനയും കേസിലെ നിർണായക തെളിവായി. അഭയ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും കണ്ടെത്തൽ. എന്നാൽ 1995 ഏപ്രിൽ 7-ാം തീയതി പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ML ശർമ്മയുടെ നേതൃത്വത്തിൽ പയസ് 10th കോൺവെന്റിൽ ഡമ്മി പരിശോധന നടത്തി. അഭയ അബദ്ധത്തിൽ വീണതോ സ്വയം ചാടിയതോ അല്ലെന്ന് ഇതിലൂടെ കണ്ടെത്തി. ശരീരം എടുത്തെറിഞ്ഞതാണെന്ന് സ്ഥിരീകരണമായതോടെ അഭയയുടേത് കൊലപാതകമെന്ന നിഗമനത്തിൽ CBI എത്തി. പ്രതി ആരെന്ന ചോദ്യത്തിന് ഒരു മോഷണക്കേസ് പ്രതിയായ അടയ്ക്ക രാജുവിന്റെ മൊഴിയായിരുന്നു നിർണായക വഴിത്തിരിവ്. മോഷണത്തിനായി പയസ് 10th കോൺവെന്റിലെത്തിയതായിരുന്നു രാജു. ഫാദർ തോമസ് കോട്ടൂരിനെയും ഫാദർ ജോസ് പുതുർക്കയിലിനെയും സിസ്റ്റർ സെഫിക്കൊപ്പം കോൺവെന്റിൽ കണ്ടുവെന്നായിരുന്നു മൊഴി. ക്രൈംബ്രാഞ്ച് പ്രതിയാക്കാൻ ശ്രമിച്ച രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസിലെ പ്രതികളെ CBI അറസ്റ്റ് ചെയ്തത്. മൊഴി മാറ്റാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് രാജു വെളിപ്പെടുത്തി. വിധി പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. പരമാവധി എന്തായാലും ചീട്ടാ കൊടുക്കുക. അവരെ തൂക്കാനും കൊടുത്താലും കുഴപ്പമില്ല, അവർ തൂക്കിക്കളഞ്ഞേക്കും, എന്നാലും വേണ്ടിയില്ല. ഇഷ്ടം പോലെ പൈസ ഓവറുണ്ട്, എനിക്ക് വേണ്ട, ആ കാശ് വേണ്ട. ഒരു കുഞ്ഞിൻ്റെ കൊലപാതകത്തിൻ്റെ കാശ് എനിക്ക് വേണ്ട. ഞാൻ ഇഷ്ടം പോലെ കാശിന് ഞാൻ പണിയുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഈ നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് അത് എൻ്റെ കുഞ്ഞുങ്ങളോട് അനുഭവിക്കേണ്ട ആ ശിക്ഷ. എനിക്ക് വേണ്ടത് ഇതാ, നീതി. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടിയില്ലേ, എനിക്കത് മതി. ഫാദർ തോമസ് കോട്ടൂരിനെ കോൺവെന്റിൽ കണ്ടുവെന്ന് അയൽവാസിയായ സഞ്ജു മാത്യുവും മൊഴി നൽകിയത് കേസിന് കൂടുതൽ ബലം നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി VS അനു ആണ് ചേരുന്നത്. അനു, കോടതി നടപടികൾ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? കിരൺ, കോടതി നടപടികൾ ഏതാണ്ട് 1 മണിയോടുകൂടി അവസാനിച്ചു. അതിനുശേഷമാണ് ഒരു 12:45 അവസാനിച്ചു. അതിനുശേഷമാണ് പ്രതികളെ മെഡിക്കൽ പരിശോധനയ്ക്കും കോവിഡ് പരിശോധനയ്ക്കും കൊണ്ടുപോയത്. അതിനുശേഷം 1:30 ഇരുവരെയും തിരുവനന്തപുരത്ത് ജയിലുകളിലേക്ക് മാറ്റി. അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് സിസ്റ്റർ സെഫിയെ പാർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാദർ തോമസ് കോട്ടൂരിനെ പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിലെ ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം 28 വർഷവും 9 മാസവും നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ വിധി ഇന്ന് CBI പ്രത്യേക കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലും അടക്കമുള്ള കുറ്റങ്ങൾ ഇരുവർക്കുമെതിരെ നിൽക്കും എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നമുക്കറിയാവുന്നതുപോലെ പ്രധാന സാക്ഷികളെല്ലാം കൂറുമാറിയ ഒരു കേസിൽ പ്രത്യേകിച്ച് വലിയ സമ്മർദ്ദങ്ങളും അട്ടിമറി ശ്രമങ്ങളും ഒക്കെ നടന്ന ഒരു കേസിലാണ് ഒരു മോഷ്ടാവിന്റെ വാക്കുകളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് കോടതി 2 പേരെ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 11 മണിക്ക് ഈ കേസ് വീണ്ടും എടുക്കുകയും ശിക്ഷ എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയും ചെയ്യും. നമുക്ക് മനസ്സിലാകുന്ന പ്രകാരമാണെങ്കിൽ സ്വാഭാവികമായും കൊലക്കുറ്റം ചാർജ് ചെയ്ത ഒരു കേസായതിനാൽ 7 വർഷത്തിൽ കുറയാത്ത ശിക്ഷാ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, 3 പതിറ്റാണ്ടോളം നീണ്ട ഒരു കേസാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയേറെ വാർത്തയും വിവാദവുമായ കേസുകളുടെ എണ്ണം തന്നെ വളരെ ചുരുക്കമാവും. ഇന്ന് കോടതിയിൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ കോടതിയിലെ ആകെ ഒരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു? അത്രത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കേസാണ്. അതിൻ്റെ ഒരു ആകാംക്ഷ കോടതി നടപടികളിൽ ഉണ്ടാകുമ്പോൾ പുറത്തുള്ള ആൾക്കൂട്ടം ഇതെല്ലാം എങ്ങനെയായിരുന്നു? തീർച്ചയായും രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകരടങ്ങുന്ന സംഘം തിരുവനന്തപുരം വഞ്ചൂർ കോടതി വളത്തിന് പുറത്തുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ കോടതിക്കകത്ത് നമുക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരു കൃത്യം 10:30 തന്നെ CBI പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആൾക്കാർ എത്തി. 10:45 ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ കോടതിയിലെത്തി. കൃത്യം 10:58 ആകുമ്പോഴേക്കാണ് ജഡ്ജി KS കുമാർ ചേംബറിൽ എത്തുന്നത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ആദ്യമായി മറ്റൊരു കേസാണ് എടുത്ത് അത് മാറ്റിവെച്ചു. തുടർന്ന് സിസ്റ്റർ അഭയയുടെ കൊലക്കേസ് എടുക്കുകയായിരുന്നു. വാദങ്ങൾ പൂർത്തിയായ സ്ഥിതിക്ക് അദ്ദേഹം കുറച്ച് വാക്കുകളിൽ മാത്രം ഇതിന്റെ വിധി പ്രസ്താവം പ്രസ്താവിക്കുകയായിരുന്നു. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം നിൽക്കും, മാത്രമല്ല ഫാദർ തോമസ് കോട്ടൂരിനെതിരെ അതിക്രമിച്ചു കടക്കൽ എന്ന ഒരു ചാർജ് കൂടി നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നു. നാളെ, അതായത് ഡിസംബർ 23-ാം തീയതി ശിക്ഷ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാക്കുകൾ കേട്ടുടനെ നിർവികാരനായി ഫാദർ തോമസ് കോട്ടൂർ നിന്നുവെങ്കിലും സെഫി ഒട്ടിക്കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം ഇരുവരും CPM സംസ്ഥാന സെക്രട്ടറിയും ഇടതുമുന്നണി കൺവീനറുമായ A. വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം മലപ്പുറത്ത് നിന്നും. വിഷയങ്ങളിൽ ഇപ്പോൾ അയോധ്യ കോടതി വിധിയുമായി ബന്ധപ്പെടുത്തിയ കാര്യത്തിൽ ബാബരി മസ്ജിദ് തകർത്തത് അതുമായി ബന്ധപ്പെടുത്തി വന്ന കോടതി വിധിയെ സംബന്ധിച്ച് ഏറ്റവും വിമർശനപരമായി ആ വിഷയത്തെ സമീപിച്ചത് CPIM ആണ്. പള്ളി പൊളിച്ചെടുത്ത്
അമ്പലം പണിയാൻ പ്രധാനമന്ത്രി തറക്കല്ലിട്ടതിനെ വിമർശിച്ച CPIM ആണ്. സെക്കുലർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനം. ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഗുപ്കർ കൂട്ടായ്മ CPIM അതിൽ അഭേദ്യ ഭാഗമാണ്. സംഘപരിവാറിന്റെ എല്ലാ നയങ്ങളെയും എല്ലാ തലത്തിലും എതിർക്കുകയാണ് CPIM. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കരുത്തോടുകൂടി സംഘപരിവാറിനെ എതിർത്ത് CPM അല്ലേ? എന്താ UDFന്റെ സമീപനം? കേരളത്തിൽ BJP ഒരു ശക്തിയല്ല എന്നാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ലീഗ് എന്താ പറഞ്ഞത്? കേരളത്തിൽ BJP ഒരു ശക്തിയല്ല ഇതല്ലേ ലീഗ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? BJP ഉയർത്തുന്ന വെല്ലുവിളികളോടുള്ള മൃദു സമീപനമല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം? അത് നമ്മൾ കണ്ടില്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിൽ UDF 10 സീറ്റാണ് ജയിച്ചത്. 16 ഡിവിഷനിൽ കോൺഗ്രസിന്റെ വോട്ടുകളാണ് BJPയിലേക്ക് പോയത്. നേരത്തെ കോൺഗ്രസ് ജയിച്ച പ്രദേശങ്ങളായിരുന്നു. ഇപ്പോ അതിൽ ഒരു സ്ഥലത്ത് 76 വോട്ടാണ് കിട്ടിയത്. CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ മാധ്യമങ്ങളോട് രാഷ്ട്രീയ വിശദീകരണം നടത്തുകയായിരുന്നു. നാളെ നിയമസഭ ചേരുന്നതിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഗവർണർ. സഭ ചേരേണ്ട അടിയന്തര സാഹചര്യം എന്തെന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. കർഷകരെ ബാധിക്കുന്ന വിഷയമെന്ന് സർക്കാരിന്റെ മറുപടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുണാണ് ചേരുന്നത്. അരുൺ, എങ്ങനെയാണ് നാളെ നിയമസഭ ചേരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? കിരൺ ബാബു, നിയമസഭാ സമ്മേളനം ചേരാൻ തന്നെയാണ് സാധ്യത. ഗവർണർ ഇന്ന് രാവിലെയാണ് സർക്കാരിനോട്, ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നാണ് സഭാ സമ്മേളനം ചേരാനുള്ള ശുപാർശ ഗവർണർക്ക് സമർപ്പിച്ചത്. ഏത് സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു സഭാ സമ്മേളനം? ഇതാണ് ഗവർണർ സർക്കാരിനോട് ചോദിച്ചത്. സർക്കാർ അതിന് വിശദീകരണം നൽകുകയും ചെയ്തു. സംസ്ഥാനത്തെ കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന കാർഷിക നിയമത്തിനെതിരെയാണ് സംസ്ഥാനം സഭ ചേർന്ന് പ്രമേയം പാസ്സാക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണെന്നാണ് സർക്കാരിന്റെ മറുപടി. ഗവർണർ ഇത്തരത്തിൽ വിശദീകരണം തേടാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ ആഴ്ചയാണ് മന്ത്രിസഭായോഗം ചേർന്ന് ജനുവരി 8 നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ചേരാൻ ഗവർണറുടെ അനുമതി തേടിയത്. ഗവർണർ അതിന് അനുമതി നൽകുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്നലെ പെട്ടെന്ന് അടിയന്തര മന്ത്രിസഭായോഗം ചേരുകയും വീണ്ടും ഗവർണറുടെ സഭാ സമ്മേളനം ബുധനാഴ്ച ചേരാൻ അനുമതി തേടുകയും ചെയ്തത്. മറ്റൊരു സാഹചര്യം, കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സർക്കാർ വിശദീകരണം നൽകി കഴിഞ്ഞാൽ ഗവർണർ പിന്നീട് അതിൽ അനുകൂലമായ തീരുമാനമല്ലാതെ മറിച്ചൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ടോ? മറിച്ചൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത വിരളമാണ്. ഇപ്പോൾ സർക്കാരും അത് പ്രതീക്ഷിക്കുന്നില്ല. ഗവർണർ അനുമതി നൽകുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ CA ആക്ട് ഭേദഗതി സമയത്തും ഇതുപോലെ തന്നെ കേന്ദ്ര തീരുമാനത്തിനെതിരെ, കേന്ദ്ര നിയമത്തിനെതിരെ നിയമസഭ ചേർന്ന് പ്രമേയം പാസ്സാക്കിയിരുന്നു. അന്നും ഗവർണർ അതൃപ്തി പരസ്യമാക്കിയതും പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് അത് പോയതുമാണ്. അതേ സാഹചര്യം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഗവർണർ സർക്കാരിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകാൻ തന്നെയാണ് സാധ്യത. വൈകിട്ടോടുകൂടി അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും. നന്ദി VV അരുൺ. തുടർഭരണം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംസ്ഥാന പര്യടനത്തിന് കൊല്ലത്ത് നിന്ന് തുടക്കമായി. വിവിധ മേഖലകളിലെ പ്രമുഖരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. ക്ഷണമുണ്ടായിരുന്നെങ്കിലും NSS ചർച്ച ബഹിഷ്കരിച്ചു. ചർച്ചകളിൽ നിന്നും ഉയരുന്ന ആശയങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രിക തയ്യാറാക്കുക. രാവിലെ 8:30 തന്നെ മുഖ്യമന്ത്രി കൊല്ലത്തെത്തി. തുടർന്ന് CPM ജില്ലാ നേതാക്കളുമായി ചർച്ച. പിന്നാലെ പ്രചരണ പരിപാടിയുടെ ഭാഗമായുള്ള യോഗത്തിലേക്ക്. മതമേലധ്യക്ഷന്മാരും വ്യവസായ പ്രമുഖരും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ നാനാതുറകളിലുള്ള ക്ഷണിക്കപ്പെട്ടവർ അഭിപ്രായം രേഖപ്പെടുത്തി. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനം കൂടുതൽ മികവോടെ തുടരുമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. ഒന്നും നടക്കില്ല എന്ന അനുഭവം കേരളത്തിൽ മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിനിധികൾ എഴുതി തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. ജില്ലയുടെ സമഗ്രമായ വികസനത്തെക്കുറിച്ച് നടപ്പിലാക്കിയതിനെക്കുറിച്ചുള്ള അഭിനന്ദനവും ടൈം ബൗണ്ടായി വീണ്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ആർക്കും ആശങ്കയില്ലാത്തതാണ് പൊതുവെ ചർച്ചയിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്നത്. ക്ഷണമുണ്ടായിരുന്നെങ്കിലും NSS ചർച്ച ബഹിഷ്കരിച്ചു. ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനാലാണ് ബഹിഷ്കരണമെന്ന് താലൂക്ക് യൂണിയൻ അറിയിച്ചു. കൊല്ലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നത്. ഈ മാസം 30 ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ പര്യടനം അവസാനിക്കും.
ന്യൂസ് 18 കൊല്ലം. സംസ്ഥാനത്തെ ബാറുകളും ബിയർ വൈൻ പാർലറുകളും തുറന്നു. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തന സമയം. ബെവ്കോ ഔട്ട്ലെറ്റുകൾ ഇനി രാത്രി 9 മണി വരെ പ്രവർത്തിക്കും. കഴിഞ്ഞ മാർച്ചിൽ അടഞ്ഞ വാതിലുകൾ ഇന്ന് തുറന്നു. 9 മാസം പൂട്ടിക്കിടന്നതിൻ്റെ ആലസ്യമുണ്ട്. പക്ഷേ പതിവുകാർ പഴയയിടങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇനി വീണ്ടും രാവിലെ 11 മുതൽ രാത്രി 11 വരെ ഇവിടം സജീവമാകും. കാത്തിരുന്ന് ബാർ തുറന്നതിൻ്റെ സന്തോഷമുണ്ട് എല്ലാ മുഖങ്ങളിലും. അത് ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്തു പോയി സാധനം വലിച്ചിട്ട് പോലീസുകാരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഇപ്പോൾ അമിതമായിട്ടുള്ള ഇതില്ല. അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വരിക. സീക്വലിൽ ഇവിടെ തുടങ്ങിയ മുതലേ ഇവിടെ തന്നെ എല്ലാ ദിവസവും ഡെയിലി വരും. ഡെയിലി വന്നു പോകും. പിന്നെ കൊറോണ വന്നപ്പോൾ ഇത് ലോക്കായതിനെ കൊണ്ട് പിന്നെ തുറന്ന വകയിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പഴയതുപോലെയല്ല കാര്യങ്ങൾ. കൂട്ടം കൂടരുത്, സുരക്ഷിതാകലം പാലിക്കണം. ഒരു മേശയിൽ 2 പേർ മാത്രം. സാനിറ്റൈസറും പനിപരിശോധനയും നിർബന്ധം. ഇതെല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ എക്സൈസ് ആരോഗ്യ വകുപ്പുകളുടെ പരിശോധനയുണ്ടാവും. ബാറുകളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന നിരവധി പേർക്ക് ജോലിയില്ലാതായ കാലം കൂടിയായിരുന്നു കഴിഞ്ഞ മാസങ്ങൾ. അതെല്ലാം ഇനി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ആക്ച്വലി എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് മാർക്കറ്റിന് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. കേരളത്തിൽ മാത്രമേ തുറക്കാതെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ തുറന്നു. ഇനിയിപ്പോൾ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും തിരിച്ചു വരും. കൂടുതൽ തൊഴിൽ സാധ്യത. പിന്നെ എല്ലാ സ്റ്റാഫുകൾക്കും ഷിഫ്റ്റായിരുന്നു. ഞങ്ങളാരും ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. അവർക്കൊക്കെ ഇനി ഫുൾ ടൈം ഡ്യൂട്ടി, ശമ്പളം വർധനവ് എല്ലാം. ബാറുകൾക്കൊപ്പം ബിയർ വൈൻ പാർലറുകളുടെയും കള്ളുഷാപ്പുകളുടെയും പ്രവർത്തനം പഴയപടിയാവും. ബീവറേജസ് ഔട്ട്ലെറ്റുകളിലെ കച്ചവടം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും സർക്കാരിനുണ്ട്. ബാറുകളിൽ ഇരുന്നു കഴിക്കാനുള്ള അനുമതിയായതോടെ പാർസൽ സൗകര്യം ഇനിയുണ്ടാവില്ല. ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം 9 മണിവരെ ദീർഘിപ്പിച്ചിട്ടുമുണ്ട്. ശ്രീജിത്ത് സി കല്ലമുട്ടിക്കൊപ്പം അശ്വൻ പല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ്. ആറ്റിങ്ങൽ സ്വദേശി സുനിൽകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ഭർത്താവ് പ്രശ്നക്കാരനല്ലെന്ന് ഭാര്യ തുഷാര പറഞ്ഞു. പ്രചരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്. ദൃശ്യമെടുത്തത് ഭർത്താവിനെ പേടിപ്പിക്കാനാണ്. സുനിൽകുമാർ കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന ആളാണ്. ബന്ധുക്കൾ ചിലരാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്നും തുഷാര പറഞ്ഞു. ഞാൻ എൻ്റെ ചേട്ടനെ പേടിയാക്കാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണിത്. എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് മാത്രമേ ഇതറിയാമായിരുന്നു. എങ്ങനെ പുറത്തു പോയെന്നറിയില്ല. ഞാൻ കാണിച്ചൊരു തെറ്റിന് ഇതുവരെയും ഞങ്ങളെ 3 പേരെയും തൊട്ടിട്ട് പോലും ഇല്ല. ആദ്യമായിട്ടാണ് ഒരു ഈർക്കിലെടുത്ത് വെച്ച് അടിക്കണം. അപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞാൻ അതൊന്ന് വീഡിയോ ആക്കി വെറുതെ കാണിച്ച് ഇങ്ങനെയാണ് മക്കളെ അടിക്കാനെടുത്തതെന്നും പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ ഇതുവരെ നിങ്ങൾക്ക് അവിടെ ഞങ്ങളെ അയൽവക്കത്തൊക്കെ ചെന്ന് അന്വേഷിച്ച് നോക്കാം. ഒരു വാ തുറന്ന് പോലും ഒരാളോടെ മിണ്ടാത്ത ഒരാളാണ്. വിവരങ്ങളുമായി ഉമേഷ് ബാലേഷാണ് ചേരുന്നത്. ഉമേഷ്, ശരിക്കും എന്താണ് ഇതിൽ സംഭവം? ഒരു വൈറൽ വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ്. അതിൽ ഒരു അച്ഛൻ കുട്ടികളെ അടിക്കുന്നു. ഏതോ ചൂരിലോ മറ്റോ ഏതോ വടി കൊണ്ടാണ് അടിക്കുന്നത്. ഇപ്പോൾ അമ്മ പറയുന്നു ഇത് അങ്ങനെ ഒരു സ്ഥിരമായി മർദ്ദിക്കുന്ന ആളല്ല, ആ ഉദ്ദേശത്തിലല്ല എന്ന്. ശരിക്കും എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്? കിരൺ, നിലവിൽ പ്രതി അല്ലെങ്കിൽ ഈ മർദ്ദിക്കുന്ന കുട്ടികളുടെ പിതാവ് സുനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടേ ഉള്ളൂ, അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. തുടർ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. നിലവിൽ കുട്ടികളെ മർദ്ദിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ അമ്മയ്ക്ക് പരാതിയില്ല എന്ന് നേരത്തെ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി കുട്ടികളെ ഇത്തരത്തിൽ വടികൊണ്ട് അടിക്കുന്നതും ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും സ്വാഭാവികമായി ചെയ്ത ആൾക്കെതിരെ പോലീസിന് സ്വമേധയാ തന്നെ കേസെടുക്കാം. ആ രീതിയിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും അത്തരത്തിൽ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഭർത്താവ് ഇത് ചെയ്തതെന്നാണ് കുട്ടികളുടെ മാതാവ് കൂടിയായ പ്രമീള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരമൊരു ദൃശ്യം അത് പകർത്തുകയും കുട്ടികൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കുട്ടികൾ വലിയ രീതിയിൽ ഭയപ്പെടുകയും കുട്ടികളെ അടിക്കുമ്പോൾ കുട്ടികൾ വലിയ രീതിയിൽ നിലവിളിക്കുന്നത് നമുക്ക് കാണാം. സ്വാഭാവികമായി അത്തരമൊരു ദൃശ്യം പുറത്തു വന്നപ്പോൾ തന്നെ ഈ പ്രതിയെ അല്ലെങ്കിൽ ഈ പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി പ്രമുഖരടക്കം. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് സുസൈപാക്യം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് പൊതുവായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ എല്ലാം ഞങ്ങളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
കുറേയേറെ വാഗ്ദാനങ്ങൾ പാലിച്ചു എന്നാണ് എനിക്ക് സന്തോഷം പറയാനുള്ളത്. അന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമായിട്ടാണ് അവർ ഞങ്ങളോട് സഹകരിച്ചത്. ഉദാഹരണമായിട്ട് ഈ ബോഡി കിട്ടാത്തവരുടെയും അവർക്ക് ഈ മരിച്ചവർക്കുള്ള സഹായധനമൊക്കെ കൊടുക്കാനും ബാക്കി പല പ്രവർത്തനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഒരു മുന്നോട്ട് വന്നു. പക്ഷെ അതേസമയം തന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ പൂർണ്ണമായിട്ടും സംതൃപ്തരല്ല. പല വാഗ്ദാനങ്ങളും ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ എല്ലാം എഴുതി തയ്യാറാക്കി വളരെ വിശദമായിട്ട് തന്നെ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ടവരെയും ഞങ്ങളുടെ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മധ്യവയസ്കന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ രണ്ടാം ഭാര്യയും സഹോദരനും അറസ്റ്റിൽ. മലപ്പുറം കരിപ്പൂർ കിളിനാട്ട് സ്വദേശി അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. കമ്പളക്കാട് പറളിക്കുന്ന് സ്വദേശി ജസ്ന, സഹോദരൻ ജംഷാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഈ കേസ് സംബന്ധിച്ച്, കൊലപാതകം സംബന്ധിച്ച് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുള്ളത്? കിരൺ, തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇദ്ദേഹത്തെ ഗുരുതരാവസ്ഥയിൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ പോലീസ് ഇടപെട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ കമ്പളക്കാട് സ്വദേശിയായ ജസ്ന, അദ്ദേഹത്തിന്റെ സഹോദരൻ ജഷാൻ തുടങ്ങിയവരെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബന്ധുക്കൾ ഈ കേസിൽ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. തുടർന്നാണ് മർദ്ദനത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് ഇവരെ രണ്ടാം ഭാര്യയും സഹോദരനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാം ഭാര്യയുമായുള്ള സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്കും പിന്നീട് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർ ഇദ്ദേഹത്തെ മർദ്ദിക്കാൻ ഇടപെട്ടിട്ടുണ്ടോ ഈ സംഭവത്തിലെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രതീഷ്, രണ്ടാം ഭാര്യയുടെ സഹോദരനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതെ, രണ്ടാം ഭാര്യയുടെ സഹോദരനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിങ്കളാഴ്ച വൈകിട്ട് ഇദ്ദേഹം ഇവിടെ കമ്പളക്കാടുള്ള പറളിക്കുന്നുള്ള വീടുകളിലെത്തിയും ഈ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്തതായി പറയുന്നുണ്ട്. തുടർന്ന് ഇരുവരും വയനാട് രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com